മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, നാലാമത്തതാരാ, ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങുന്നവരാ, ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങുന്നവരാ. ഉദുവോടുകൂടി ഉറങ്ങുന്നവരാരാ, ഉദുവോടുകൂടി ഉറങ്ങുന്നവരാരാ, ഉദുവടങ്ങുന്നവരാരാ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ദുആ ചെയ്യുന്നവരാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങണവരാരാ, അവർക്ക് വേണ്ടി ആര് തുറക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ ഉറക്കുന്ന. അത് ഒരു പൈസയും വേണ്ട, ഒരു പൈസ വേണ്ട. നിങ്ങൾ ഇശാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഊതെടുത്ത് വെക്കോ, ആയിക്കോട്ടെ. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ബാത്റൂമിൽ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഊതെടുക്കരിക. പിന്നെ ഇപ്പൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെള്ളം തെറിക്കില്ലെങ്കിലും പണ്ഡിതന്മാര് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്, ബാത്റൂമിൽ എന്ത് ചെയ്യുക, പരമാവധി ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാതിരിക്കും. ഇനി വേറെ സൗകര്യമൊന്നുമില്ല, പുറത്ത് പൈപ്പൊന്നും ഇല്ല, പിന്നെ അപ്പുറത്ത് മതിലാടി അവസാനം കേസായിട്ട് പോരല്ലേ ഞാൻ പറഞ്ഞത്. നമ്മളെന്ത് ചെയ്യാം, ഒന്നും എടുക്കാൻ സ്ഥലമില്ല, ആയിക്കോട്ടെ നിങ്ങൾ ബാത്റൂം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരന്ന സ്ഥലത്താണ് ബാത്റൂം എന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലാത്ത സാധാ ക്ലോസറ്റ്, ക്ലാസിക്കൽ ആയിട്ട് ക്ലോസറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒതു എടുക്കുമ്പോൾ വെള്ളം ഇവിടെ തെറിക്കും. എവിടെ തെറിക്കും? ഈ ക്ലോസറ്റിൽ തെറിക്കും. അതിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഉളു എടുത്തിട്ട് ഉറങ്ങുന്നവരാരാ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ചെയ്തോടെ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ, ആർക്കാ ചെയ്യാൻ കഴിയാത്ത. ഇമാം നിസ്കരിക്കും ആമീൻ പറയുമ്പോ അതൊന്ന് നീയത്ത് വെച്ച കൃത്യമായിട്ട് ആമീൻ പറയും. ഈ വാശി പിടിക്കുമ്പോഴാണ് ആമീൻ. നമ്മളിപ്പോ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു നിബന്ധന എന്താ, ഒരു മസലുണ്ട്, ഇമാം അല്ലാതെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, തക്ബീർ ഒച്ചയിൽ ചെല്ലാൻ പാടില്ല. പക്ഷെ പല പള്ളികളിൽ റഹ്മാനെ ഇമാം ഒച്ച ചെല്ലുമ്പോ അതിനേക്കാൾ ഒച്ചയിൽ, എത്രത്തോളം ഒച്ചയിൽ ചെല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ പാടില്ല. അത് നമ്മൾ എപ്പോഴാണ് ചെല്ലാറുള്ളത്, പെരുന്നാൾ നിസ്കാരത്തിലാണ് തക്ബീർ എന്ത് ചെയ്യേണ്ടത്, ഒച്ചയിൽ ചൊല്ലേണ്ടത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. രണ്ട്, മനസ്സ് നന്നാക്കാൻ ആർക്കാ പറ്റാതെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അഹങ്കാരം മനസ്സിൽ ഒരു ശതമാനമെങ്കിലും നമ്മുടെ ചെറിയൊരു ഒരു തൂക്കമെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്കില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരം ഒരു തരിമതി അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. മൂന്നാമത്തത് ഷഹീദാകുന്നത്. അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇനി ഉസ്താദ് പറഞ്ഞല്ലേ, നാളെ തന്നെ ഏതെങ്കിലും ഒരുത്തന്റെ വാളിന് പോയി തല വെച്ച് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞേ. ഇസ്ലാമിന് വേണ്ടി ഷഹീദാകുന്നവരാരാ, അൽഹംദുലില്ലാഹ് സ്വർഗ്ഗത്തിലാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. 4, വുളുവോടുകൂടി കിടക്കുന്നവരാരാ. ചെയ്തൂടെ, വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വുളുവൊക്കെ എടുത്തിട്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ വുളുവൊക്കെ എടുത്തില്ല ഉസ്താദേ, ഉറങ്ങിയാൽ ഉറങ്ങിയാൽ ചില ആൾ അത് പ്രത്യേക തരം കുറച്ച് ഇരുത്തങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഇരുന്ന് ഉറങ്ങിയാൽ വുളുവോ ഇല്ല. അത് നമുക്ക് പിന്നെ അത് മസാലകളാണ്, അത് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ചില ആളുകളുണ്ട് ജുമാക്കൊക്കെ വന്നിട്ട് വുളുവൊക്കെ എടുക്കും. ഞാൻ ചെറിയ ആലോചിക്കും, പഠിച്ചവനെ ഞാൻ ഇത്ര നമ്മുടെ പള്ളിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാകും, എന്നാൽ ഇത്രയൊക്കെ ഒച്ചടിച്ചിട്ട് ജുമാക്കൊന്ന് ഉറങ്ങണ ചില ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചവനെ ഇത്ര ഒച്ച കേട്ട് എങ്ങനെ ഒരു ഉറങ്ങാം. അല്ലാഹു നമ്മുടെ ഉറക്കങ്ങളൊക്കെ അല്ലാഹു നല്ല രീതിയിലാക്കി തരുമാറാവട്ടെ. ഉറങ്ങുന്ന സമയത്ത് വുളു എടുത്തിട്ട് ഉറങ്ങണവരാരാ. ചില മുറിയാത്ത വുളുകളുണ്ട്, കിടക്കുന്ന സമയത്ത് വുളു എടുത്തിട്ട് കിടന്നാൽ അവരുടെ വുളു മുറിയില്ലെന്ന. ഇനി ഉസ്താദ് പറഞ്ഞ മസല പ്രകാരം ആയിക്കോട്ടെ, ഞങ്ങൾ രാത്രി വുളുവൊക്കെ എടുത്തിട്ട് കിടന്നുറങ്ങി, എന്നിട്ട് രാവിലെ പല്ലും തെച്ച് വുളു എടുക്കാതെ പള്ളി സുബഹിസ്കരിക്കാൻ വരണം എന്നല്ല ഞാൻ പറയണേ. അതിന് വേറെ വുളു എടുക്കേണ്ടതുണ്ട്. ആരാണോ വുളു എടുത്തിട്ട് അൽഹംദുലില്ലാഹ് കിടന്നുറങ്ങുന്നവരാരാ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദ്വാരക്കുന്ന അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അവസാനത്തേതാ, അഞ്ചാമത്തേതാ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഞ്ചാമത്തേതാ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്ന അഞ്ചാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ അഞ്ചാമത്തേതാ, ഈ കാണുന്ന പാലമല പള്ളിയില് ഒരു 5 മണി സമയത്ത് ഇവിടെ ഇരിക്കുന്ന സലീം ഉസ്താദ് ഒരു ബാങ്ക് കൊടുക്കാറുണ്ട്. ഏതെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ പലപ്പോഴും കേൾക്കാറില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമല്ലോ, അസ്സലാത്തു ഖൈറും മിനന്നൂം, അസ്സലാത്തു ഖൈറും മിനന്നൂം
എന്ന് പറയുമ്പോ സുബഹി നിസ്കരിക്കുന്നവരാരാ? അസ്ർ നിസ്കരിക്കുന്നവരാരാ? സുബഹിയുണ്ടല്ലോ, അസ്റുണ്ടല്ലോ, ആദ്യമരാണ് എന്റെ പ്രിയമുള്ളവരെ കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നവരാരാ? അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. എങ്ങനാ ദുആ ചെയ്യുന്നത്? ഈ കാണുന്ന സഹോദരനുണ്ടല്ലോ, പാലമലയിലെ സഹോദരനാണ്, പാലമലയിലെ സഹോദരിയാണ്. അവൻ പഠിച്ചവനെ സുബഹി നമസ്കരിച്ചവനാ. അവനുണ്ടല്ലോ അസ്ർ നിത്യമായി നമസ്കരിക്കുന്നവരാ. ആരെങ്കിലും ഒരാൾ സുബഹി നിത്യമായി നിസ്കരിക്കുന്നവരാരോ, അസ്ർ നിത്യമായി നിസ്കരിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവരതാ അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ.